ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ TB, MD ആൻഡ് CEO ഓഫ് ഷെയർവെൽ സെക്യൂരിറ്റീസ് ലിമിറ്റഡ് ആണ്. ഒപ്പം സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് കൂടിയാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു മ്യൂട്ടഡ് സ്റ്റാർട്ടാണ്. ഏഷ്യൻ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ ട്രേഡ് ചെയ്യുന്നത്. അമേരിക്കയിൽ ഇന്നലെയും ഡൗ ജോൺസ് ഇൻഡെക്സും S&P 500 പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. ഡൗ ജോൺസ് റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ S&P 500 2.96 പോയിൻറ്റ് വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. നാസ്ഡാക്ക് 118.15 പോയിൻറ്റ് വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് റസൽ 2000 18.07 പോയിൻറ്റ് വീക്കായിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. പൊതുവെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് മോഡാണ് ഇന്നലെ അമേരിക്കൻ മാർക്കറ്റിൽ കണ്ടിട്ടുള്ളത്. അതോടൊപ്പം തന്നെ വൊളാറ്റിലിറ്റി ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ സ്ലൈറ്റ്ലി പോസിറ്റീവാണ്. 13.31 ക്ലോസ് ചെയ്തത്. മിനിഞ്ഞാന്നത് 13.6 ക്ലോസ് ചെയ്തിരുന്നത്. അപ്പോൾ വൊളാറ്റിലിറ്റി ഇൻഡെക്സ് വിക്സ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു കൺസോൾട്ടേഷൻ ഫേസിനെയാണ്. പക്ഷേ എന്നിരുന്നാലും അമേരിക്കയിൽ പൊതുവെ ടെക്നോളജി ഷെയർസിലടക്കം പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് ഇന്നലെ കണ്ടിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ആഫ്റ്റർ അവേഴ്സിൽ റിസൾട്ട് വന്നിട്ടുള്ള മൈക്രോസോഫ്റ്റ്, ആൽഫബറ്റ്, AMD എല്ലാ സ്റ്റോക്കുകളും വീക്കായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. മൈക്രോസോഫ്റ്റിൻ്റെ റിസൾട്ട് ബെറ്റർ ദാൻ എക്സ്പെക്റ്റഡ് ആയിരുന്നു. അതുപോലെ തന്നെ ഗൈഡൻസും ബെറ്റർ തന്നെയാണ്. പക്ഷേ എന്നിരുന്നാലും 2% വീക്കായിട്ടാണ് മൈക്രോസോഫ്റ്റ് ആഫ്റ്റർ അവേഴ്സിൽ ട്രേഡ് ചെയ്യുന്നത്. ആൽഫബറ്റ് ബെറ്റർ ദാൻ എക്സ്പെക്റ്റഡ് റിസൾട്ട് ആയിരുന്നു. പക്ഷേ അഡ്വർടൈസ്മെൻറ്റ് റവന്യൂ കുറഞ്ഞ കാരണം വീക്കായിട്ടാണ് ആഫ്റ്റർ അവേഴ്സിൽ ട്രേഡ് ചെയ്യുന്നത്. AMDയുടെ ഗൈഡൻസ് വീക്കായിരുന്നു. അത് കാരണം AMD വീക്കായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. പക്ഷേ Q4 റിസൾട്ടുകളെല്ലാം തന്നെ ബെറ്റർ ദാൻ എക്സ്പെക്റ്റഡ് ആയിരുന്നു. ടെസ്ലയും വീക്കായിട്ടാണ് ആഫ്റ്റർ അവേഴ്സിൽ ട്രേഡ് ചെയ്യുന്നത്. പൊതുവെ ഒരു ടെക്നോളജി പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് അമേരിക്കയിൽ കാണുന്നത്. ഒപ്പം US ഫെഡിൻ്റെ ഡിസിഷൻ മേക്കിംഗ് മീറ്റിംഗ് ഇന്നലെ ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരമാണ് അതിൻ്റെ ഡിസിഷൻ വരാൻ പോകുന്നത്. അതിനനുസരിച്ചൊരു ഇമ്പാക്റ്റ് ഗ്ലോബൽ മാർക്കറ്റുകളിലും അതുപോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിലൊക്കെ നാളെ ഉണ്ടാവും. യൂറോപ്യൻ മാർക്കറ്റുകൾ ഇന്നലെ നോക്കുകയാണെങ്കിൽ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഏഷ്യൻ മാർക്കറ്റുകൾ ഇന്നലെ ചൈന വീക്കായിരുന്നു. മെജോറിറ്റി വീക്കായിരുന്നു ഇന്നലെ. നമ്മളും ഇന്നലെ പ്രോഫിറ്റ് ബുക്കിങ്ങിൽ വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിട്ടത്. കമ്മോഡിറ്റി നോക്കുകയാണെങ്കിൽ $250.9 ഫെബ്രുവരി ഫ്യൂച്ചേഴ്സ് ഇന്നലെ ക്ലോസ് ചെയ്തിരുന്നത്. ഇന്ന് മോർണിംഗിൽ $251 പെർ ഔൺസിനാണ് ട്രേഡ് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ആണ്. ബ്രന്റ് ക്രൂഡ് ഓയിലും ഓൾമോസ്റ്റ് ഫ്ലാറ്റ് തന്നെയാണ്. ഇന്ന് മോർണിംഗിൽ $82.2 പെർ ബാരലിനാണ് ട്രേഡ് ചെയ്യുന്നത്. മെറ്റൽ ഫ്യൂച്ചേഴ്സ് ഇന്നലെ നല്ല രീതിയിൽ മുന്നേറുന്നു. പക്ഷേ പ്രോഫിറ്റ് ബുക്കിങ്ങിൽ സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്ന് മോർണിംഗിൽ ആ സെൻറ്റിമെൻറ്റ് തന്നെയാണ് മെറ്റൽ ഫ്യൂച്ചേഴ്സിനെല്ലാം ഉള്ളത്. ഇനി ഓവറോൾ നമ്മൾ ഏഷ്യൻ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ മാർക്കറ്റുകളും വീക്കാണ്. ചൈനീസ് മാർക്കറ്റുകളും വീക്കാണ്. ചൈന കഴിഞ്ഞ വ്യാഴം വെള്ളി നല്ല രീതിയിൽ മുന്നേറിയിരുന്നു. അതിനുശേഷം ഒരു വീക്ക് സെൻറ്റിമെൻ്റ് ആണ് എവർഗ്രാൻഡയുടെ ഫെയിലിയറിന് ശേഷം വരുന്നത്. വീണ്ടും വലിയ രീതിയിലുള്ള ചൈനീസ് സ്റ്റിമുലസ് വരുന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ് മാർക്കറ്റിലുള്ളത്. പക്ഷേ പൊതുവെ ചൈനീസ് മാർക്കറ്റ് വീക്കായിട്ട് തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഒരു ഘടകം എന്ന് പറയുന്നത് നാളെ വരുന്ന ഇൻ്ററിം ബഡ്ജറ്റ് എക്സ്പെക്റ്റേഷൻസ് ആണ്. പക്ഷേ 2 ദിവസം മുമ്പുണ്ടായിരുന്ന ആ ഒരു പോസിറ്റീവ് മൊമെൻറ്റം ഇപ്പോഴില്ല. മറിച്ച് ഇന്നലെ നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് നമ്മൾ കണ്ടിട്ടുള്ളത്. തീർച്ചയായിട്ടും നാളത്തെ ഇൻ്ററിം ബഡ്ജറ്റ് എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്ന കാര്യമായിട്ടുള്ള പല അനൗൺസ്മെൻറ്റുകളും ഉണ്ടായേക്കാം. അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ജൂലൈയിൽ ഫുൾ ബഡ്ജറ്റിലുണ്ടാവും എന്നുള്ള എക്സ്പെക്റ്റേഷൻ തന്നെയൊക്കെയാണ്. ബഡ്ജറ്റ് വന്നതിന് ശേഷമാണ് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്യോ ഇല്ലയോ എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. ഓവറോൾ വരുന്ന ന്യൂസ് ഫ്ലോസ് എല്ലാം പോസിറ്റീവാണ്. അതുപോലെ തന്നെ ഇന്നലെ പുറത്തു വന്നിട്ടുള്ള Q3 റിസൾട്ടുകളുടെ മിക്സഡ് റിയാക്ഷനാണ് ഇന്നലെ വന്നിട്ടുള്ളത്. പോളിസി ബസാർ PB ഫിൻടെക് എക്സലൻറ്റ് റിസൾട്ടാണ്. പ്രോഫിറ്റിലേക്ക് വന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ റവന്യൂ ഗൈഡൻസും വളരെ ബെറ്ററാണ്. അതോടൊപ്പം തന്നെ SRF ബിലോ എക്സ്പെക്റ്റഡ് റിസൾട്ടാണ്. അപ്പോൾ ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ് SRFിൻ്റെ റിസൾട്ടിലും കാണാം. LNT ഓൺ എക്സ്പെക്റ്റഡ് ലൈൻസിലാണ് റിസൾട്ട് വന്നിരിക്കുന്നത്. ഇൻ്റർനാഷണൽ ഓർഡേഴ്സ് ആണ് കൂടിയിരിക്കുന്നത്. ഇലക്ഷന് മുമ്പ് സാധാരണ ഡൊമസ്റ്റിക് ഓർഡേഴ്സ് കുറയാറാണ് പതിവ്. അത് LNTയുടെ കാര്യത്തിലും സംഭവിച്ചിട്ടുണ്ട്. ഇൻ്റർനാഷണൽ ഓർഡേഴ്സ് Q3 230% ഹൈ ആണ് വന്നിട്ടുള്ളത്. 50,600 കോടിയാണ് ഇൻ്റർനാഷണൽ ഓർഡേഴ്സ് കിട്ടിയിരിക്കുന്നത്. പക്ഷേ ഡൊമസ്റ്റിക് ഓർഡേഴ്സ് 50,000 കോടിയിൽ നിന്ന് അത് 25,400 കോടിയായിട്ട് കുറഞ്ഞിരിക്കുകയാണ്. ഓവറോൾ 76,000 കോടിയാണ് Q3 ഓർഡർ ഇൻഫ്ലോ വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ഗ്ലോബലി നോക്കുകയാണെങ്കിൽ LNTക്ക് വലിയ രീതിയിലുള്ള ഒരു ഓർഡർ ഇൻഫ്ലോ ആണ് വന്നിരിക്കുന്നത്. ടോട്ടൽ ഓർഡർ ഇൻ ഹാൻഡ് 4.7 ലക്ഷം കോടിയാണ് ഡിസംബർ 31
അവസാനിക്കുമ്പോൾ ഉള്ളത് 4,70,000 കോടി ഓർഡേഴ്സാണത്. വളരെ പോസിറ്റീവാണ്. 5 ലക്ഷം കോടിക്ക് മുകളിലായിരിക്കും അടുത്ത ക്വാർട്ടർ എൻഡ് ചെയ്യുമ്പോൾ, അതായത് റണ്ണിങ് ക്വാർട്ടർ എൻഡ് ചെയ്യുമ്പോൾ ഓർഡർ ബുക്ക് എന്നാണ് L&Tയുടെ ഗൈഡൻസ് പറയുന്നത്. L&Tയുടെ പ്രൈസിൽ വലിയ ഒരു റിയാക്ഷൻ കാണാനുള്ള വലിയ രീതിയിലുള്ളൊരു അപ്വേർഡ് മൊമെൻറ്റോ അല്ലെങ്കിൽ ഒരു ഫാളോ കാണാനുള്ള ഒരു റിസൾട്ട് അല്ല, മറിച്ച് ഒരു സ്റ്റാഗ്നൻറ്റ് റിയാക്ഷൻ കാണിക്കാനാണ് ചാൻസസ് കൂടുതലും. ഷിപ്പിംഗ്, കൺസ്ട്രക്ഷന്, ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റാറ്റസ് ഒരുപക്ഷെ ഗവൺമെൻറ് ബഡ്ജറ്റിൽ കൂടെ അലവ് ചെയ്യുന്നൊരു റിപ്പോർട്ട് വരുന്നുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ കൊച്ചിൻ ഷിപ്പ് യാർഡ്, ഗാർഡൻ റിച്ച് ബിൽഡേഴ്സ്, അതുപോലെ മസഗൻ ഡോക്ക്, ഈ കമ്പനികളെ സംബന്ധിച്ചൊക്കെ വളരെ പോസിറ്റീവ് ആവും. അതോടൊപ്പം തന്നെ കൊച്ചിൻ ഷിപ്പ് യാർഡിൻ്റെ ഇന്നലെ പുറത്തു വന്നിട്ടുള്ള ക്വാർട്ടർ 3 റിസൾട്ടുകൾ എക്സലൻറ്റ് റിസൾട്ടാണ്. നമ്മുടെ ഒരു സ്ട്രോങ് പിക്കാണ്. അതുപോലെ തന്നെ 2024 പിക്കുകളിൽ ഒന്നും കൂടിയാണ്. അപ്പോൾ കൊച്ചിൻ ഷിപ്പ് യാർഡ് കറണ്ട് ലെവലിൽ നിന്ന് വീണ്ടും മുന്നേറാനുള്ള ചാൻസസ് തന്നെയാണ് കാണുന്നത്. വീണ്ടും 3.5 രൂപ പെർ ഷെയർ ഇൻ്ററിൻ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. നവംബറിലും 8 രൂപ പെർ ഷെയർ ഇൻ്ററിൻ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിരുന്നു. കൊച്ചിൻ ഷിപ്പ് യാർഡിനെ സംബന്ധിച്ച് നല്ല ഡേയ്സ് ആണ് ഹെഡ് എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ ആണുള്ളത്. അപ്പോൾ ഡെലിവറി പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു PSU സ്റ്റോക്ക്, പ്രത്യേകിച്ച് ഡിഫൻസ് സെക്ടറും അതുപോലെ തന്നെ കമേഴ്ഷ്യൽ ഷിപ്പ് ബിൽഡിംഗ് നടത്തുന്ന കൊച്ചിൻ ഷിപ്പ് യാർഡ് വാങ്ങി വെക്കുന്നത് നന്നായിരിക്കും. വീണ്ടും നമ്മൾ റിപ്പീറ്റ് ആയിട്ടൊരു ബൈക്കോൾ തന്നെയാണ് കൊച്ചിൻ ഷിപ്പ് യാർഡിന്. SMEയിൽ ഒരു IPO ഒന്ന് ക്ലോസിംഗ് ഉണ്ട്. മെഗാതേം ഇൻഡക്ഷൻ ലിമിറ്റഡ് ആണ്. 10 രൂപയാണ് ഫേസ് വാല്യൂ. മാർക്കറ്റിലോട്ട് 1200 ആണ്. നല്ലൊരു IPO ആയിരിക്കും. നല്ല രീതിയിലുള്ള ഗ്രേ മാർക്കറ്റ് പ്രീമിയം ഉണ്ട്. അപ്പോൾ മെഗാതേം ഇൻഡക്ഷൻ ലിമിറ്റഡ് SME IPO NSE SMEയിലാണുള്ളത്. പറയുന്നത് നന്നായിരിക്കും. അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ ചാൻസസ് ഉള്ള ഒരു കമ്പനിയാണ് മെഗാതേം ഇൻഡക്ഷൻ ലിമിറ്റഡ്. നിഫ്റ്റിയുടെ മേജർ സപ്പോർട്ടൊക്കെ നമ്മൾ കാണുന്നത് 21,000 ആണ്. അതുപോലെ തന്നെ ഒരു അപ്വേർഡ് മൊമെൻറ്റം ഇന്നത്തെ ഒരു ലിമിറ്റ് കാണുന്നത് 21,850, 21,900 നാളെയും ഇന്നൊക്കെ നല്ല രീതിയിലുള്ള വൊളാറ്റിലിറ്റി നമുക്ക് മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യാൻ ഗ്ലോബൽ ഫാക്ടേഴ്സ് ഉണ്ട്. ഒപ്പം ഇൻ്ററിം ബഡ്ജറ്റിൻ്റെ ഹോപ്പുകളും ഈ വൊളാറ്റിലിറ്റിക്ക് ഒരു ആക്കം കൂട്ടുന്നതാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ പ്രീ ബഡ്ജറ്റായിട്ട്, അതായത് ഇൻ്ററിം ബഡ്ജറ്റിന് മുമ്പ് ഇൻവെസ്റ്റേഴ്സിന് സജസ്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ് പ്രോട്ടിയാൻ ഗവർണൻസ് ടെക്നോളജീസ് ലിമിറ്റഡ്. റീസെൻ്റായിട്ട് IPO വന്നിട്ടുള്ളൊരു സ്റ്റോക്കാണ്. 1,261 രൂപ നിരക്കിലൊക്കെയാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. 10 രൂപയാണ് ഫേസ് വാല്യൂ. ഇതിൻ്റെ ടോട്ടൽ ഇക്വിറ്റി ക്യാപിറ്റൽ 40.45 കോടിയേ ഉള്ളൂ. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് ആണ് ബഡ്ജറ്റിൽ ഡിജിറ്റൽ രംഗത്തിന് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതിലൊരു മേജർ ബെനിഫിഷ്യറി ആയിരിക്കും പ്രോട്ടിയാൻ ഗവർണൻസ് ടെക്നോളജീസ്. അപ്പോൾ നമ്മുടെ പ്രീ ബഡ്ജറ്റ് പിക്കാണ് പ്രോട്ടിയാൻ ഗവർണൻസ് ടെക്നോളജീസ് 1 ഇയറിനുള്ളത്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. വൊളാറ്റിലിറ്റി ഒക്കെ ഉണ്ടാവാം. ഇൻ്ററിം ബഡ്ജറ്റിൻ്റെ ന്യൂസ് ഫ്ലോസിനനുസരിച്ചിട്ടുള്ള പല വൊളാറ്റിലിറ്റിയും പല സെക്ടേഴ്സിലൊക്കെ കാണിക്കാം. ഇൻ്ററിം ബഡ്ജറ്റ് നാളെയാണ്. നാളെ 11 മണിക്കാണ്. അപ്പോൾ നാളെ നമുക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടും സമയമൊക്കെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് കാര്യമായിട്ടുള്ള രീതിയിലുള്ളൊരു പുഷൊന്നും മാർക്കറ്റിൽ നമ്മൾ നൽകുന്നില്ല. മറിച്ച് കൊച്ചിൻ ഷിപ്പ് യാർഡ് വാങ്ങുക, അതുപോലെ തന്നെ പ്രോട്ടിയാൻ ഗവർണൻസ് പ്രീ ബഡ്ജറ്റ് പിക്കായിട്ട് അടുത്തൊരു വർഷത്തേക്ക് വാങ്ങി വയ്ക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻട്രിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.